അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3-ാം ക്ലാസ്സിന്റെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ കൊല്ലപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. ഇജ്അൽ അലാമത ലി സ്വഹീഹി. അപ്പോൾ ശരിയായതിന് നേരെ ശരി അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തത് യാ വലതു ഡാഷ് സ്വാദിഖുൻ. അപ്പോൾ അവിടെ അൻത എന്നുള്ളതാണ് വേണ്ടത്. കാരണം പുരുഷന്മാർക്ക് ഉപയോഗിക്കുന്നത് അൻത എന്നും സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്നത് അൻതി എന്നുമാണ്. ഇവിടെ യാ വലതു ആൺകുട്ടി എന്നാണ്. അപ്പൊ അതെന്താണ്? അൻത എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അപ്പൊ അതിന്റെ അർത്ഥം എങ്ങനെ വരും? യാ വലതു അൻത സ്വാദിഖുൻ. ആൺകുട്ടി നീ സത്യം പറയുന്നവനാണ്. ഇനി രണ്ടാമത്തത് യാ ഉമ്മീ ഡാഷ് ആലിമത്തുൻ. അപ്പൊ അവിടെ അൻതി എന്നുള്ളതാണ്. കാരണം ഉമ്മ എന്താണ്? ഒരു പെണ്ണാണ്. അപ്പം യാ ഉമ്മി അൻതി ആലിമത്തുൻ. ഉമ്മ നിങ്ങൾ എന്താണ്? ആലിമത്തുൻ അറിവുള്ളവരാണ്. ഇനി മൂന്നാമത്തത് യാ മുസ്ലിമാത്തു ഡാഷ് അഖവാത്തുൻ. അവിടെ മുസ്ലിമീങ്ങളായിട്ടുള്ള സ്ത്രീകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ അവിടെ അൻതുന്ന എന്നാണ് വേണ്ടത്. അപ്പൊ പുരുഷന്മാരെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ അവിടെ അൻതും എന്നായിരുന്നു. കാരണം ഇവിടെ മുസ്ലിമാത്തു സ്ത്രീകളെ. അപ്പൊ അവിടെ അൻതുന്ന എന്നുള്ളതാണ് ശരി. അൻതുന്ന എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അപ്പൊ അതിന്റെ അർത്ഥം യാ മുസ്ലിമാത്തു അൻതുന്ന അഖവാത്തുൻ. മുസ്ലിമീങ്ങളായിട്ടുള്ള സ്ത്രീകളെ നിങ്ങൾ സഹോദരിമാരാണ്. ഇനി നാലാമത്തത് യാ ഡാഷ് അൻതുന്ന ജാലിസാത്തുൻ. അവിടെ ബനാത്തു എന്നുള്ളതാണ്. കാരണം അൻതുന്ന എന്നുള്ളത് വരിക എങ്ങനെയാണ്? പെൺകുട്ടികൾക്കാണ്. അപ്പൊ യാ ബനാത്തു പെൺകുട്ടികളെ, അൻതുന്ന നിങ്ങൾ, ജാലിസാത്തുൻ ഇരിക്കുന്നവരാണ്. ഇനി അഞ്ചാമത്തത് യാ ഡാഷ് ഹൽ അൻതുൻ അൻത ദാഹിബുൻ. അപ്പൊ അവിടെ വലതു എന്നുള്ളതാണ്. അപ്പൊ യാ വലതു ആൺകുട്ടി, ഹൽ അൻത ദാഹിബുൻ നീ പോകുന്നവനാണോ? അപ്പോ ഹൽ അൻത ദാഹിബുൻ എന്ന് പറഞ്ഞാൽ നീ പോകുന്നവനാണോ? ഇനി ആറാമത്തത് യാ റിജാലു പുരുഷ ഡാഷ് സ്വാദിഖൂന. അപ്പം അവിടെ എന്താണ്? അൻതും എന്നുള്ളതാണ്. കാരണം യാ റിജാലു പുരുഷന്മാരെ. അപ്പൊ ആൺകുട്ടികളായിട്ടുള്ള പുരുഷന്മാരെ, അവിടെ പുരുഷന്മാരെ എന്നുള്ളതാണ്. അപ്പൊ അവിടെ എന്താണ്? അൻതും എന്നുള്ളതാണ് വേണ്ടത്. യാ റിജാലു അൻതും സ്വാദിഖൂന. പുരുഷന്മാരെ, അൻതും നിങ്ങൾ, സ്വാദിഖൂന സത്യസന്ധരാണ്. ഇനി രണ്ടാമത്തത് നൂസിലു ബിൽ മുനാസിബി. അപ്പൊ അവിടെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പം ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്ത് എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഒന്നാമത്തത് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുന. അപ്പൊ അവിടെ ഒന്നാമത്തത് നബിയുന എന്നുള്ളതാണ്. നമ്മുടെ നബിയാണ്. രണ്ടാമത്തത് അൽ ഹിന്ദു ഇന്ത്യ, വതനുന നമ്മുടെ രാജ്യമാണ്. മൂന്നാമത്തത് ഉമ്മുന നമ്മുടെ ഉമ്മ, റാഹിമത്തുൻ കരുണ ഉള്ളവളാണ്. നാലാമത്തത് അൽ ഇസ്ലാമു ഇസ്ലാം, ദീനുന നമ്മുടെ ദീനാണ്. 5 അശ്ശൈത്താനു ഷെയ്ത്താൻ, അദുവുന നമ്മുടെ ശത്രുവാണ്. ആറാമത്തത് അൽ കഅബത്തു കഅബ ഖിബ്ലത്തുന നമ്മുടെ ഖിബ്ലയാണ്. ഇനി മൂന്നാമത്തെ പ്രവർത്തനമാണ് നുതിമു, പൂർത്തിയാക്കാനാണ് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം മിൻക നർജു റഹ്മത്തുൻ അൻത ഡാഷ്. അപ്പൊ അവിടെ എന്താണ് വേണ്ടത്? അൻത ഖൈറുർ റഹീമീൻ എന്നുള്ളതാണ്. അവിടെ ഖൈറുർ റഹീമീൻ എന്ന് എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തത് ഇസ്തജിബ് ദുആന ലാ തറുദ്ദൻ ഖായിബീൻ. അപ്പൊ അവിടെ ഖായിബീൻ എന്നുള്ളതാണ് എടുത്തെഴുതാനുള്ളത്. അതവിടെ എഴുതി കൊടുക്കുക. മൂന്നാമത്തത് അല്ലാഹുമ്മ അഗ്ഫിർ ലനാ ഡാഷ്. അപ്പൊ അവിടെ എന്താണ് വേണ്ടത്? ദുനൂബന എന്നുള്ളതാണ്. നാലാമത്തത് യാ അസാതിദതു ശുക്രൻ ലക്കും. അപ്പൊ അവിടെ ലക്കും എന്നുള്ളതാണ് വേണ്ടത്. അതവിടെ എഴുതി കൊടുക്കുക. ഇനി അടുത്ത ഭാഗം നാലാമത്തെ പ്രവർത്തനം നുൻഷിഉൽ അസ്ഇലത കമാ ഫിൽ മിസാലി. ഉദാഹരണത്തിൽ ഉള്ളതുപോലെ ചോദ്യങ്ങൾ നിർമ്മിക്കാനാണ്. അപ്പൊ ഒന്നാമത്തെ അവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. ഐന കിതാബു, കിതാബ് എവിടെയാണ്? അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് അൽ കിതാബു ഫിൽ ഹഖീബത്തി.
പുസ്തകം ബാഗിലാണ്. അപ്പൊ ഇവിടെ ഉത്തരം നൽകിയിട്ടുണ്ട്. ആ ഉത്തരം നോക്കി നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യം നിർമ്മിക്കണം. അപ്പൊ ഒന്നാമത്തേത് നോക്കാം. അൽ ഖാത്തമു ഫിൽ ഖിൻസരി. മോതിരം ചെറുവിരലിലാണ്. അപ്പൊ അതിന്റെ ചോദ്യം എങ്ങനെയാണ് നിർമ്മിക്കുക? ഐനൽ ഖാത്തമു. മോതിരം എവിടെയാണ്? രണ്ടാമത്തത് അബി ഫിൽ മസ്റഇ. പിതാവ് കൃഷിയിടത്തിലാണ്. അപ്പൊ അതിന്റെ ചോദ്യം എങ്ങനെ വരും? ഐന അബൂക്ക. നിന്റെ പിതാവ് എവിടെയാണ്? ഇനി മൂന്നാമത്തത് നഅം, അതെ. ഫിൽ ബിഇരി, കിണറിൽ മാഉൻ കസീറുൻ, ധാരാളം വെള്ളമുണ്ട്. അപ്പൊ അങ്ങനെ ഒരാൾ ഉത്തരം പറയണമെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ ചോദ്യം? അതാണ് ഇവിടെ എഴുതാനുള്ളത്. ഹൽ ഫിൽ ബിഇരി മാ, ഹൽ ഉണ്ടോ, ഫിൽ ബിഇരി കിണറിൽ ഉണ്ടോ, മാഉൻ വെള്ളം. ഇനി നാലാമത്തത് സൈൻ അൽഹംദുലില്ലാ, നല്ലത് അല്ലാഹുവിനാണ് സർവസ്തുതിയും. അപ്പൊ എന്തായിരിക്കും ചോദ്യം വരിക? കൈഫ ഹാലുക്കും, നിന്റെ അവസ്ഥ എന്താണ്? അതാണ് അവിടെ എഴുതാനുള്ളത്, കൈഫ ഹാലുക്കും. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം നുതർജിമു, അർത്ഥം എഴുതാനാണ്. അവിടെ 2 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനും ശരിയായിട്ടുള്ള രൂപത്തിൽ അർത്ഥം എഴുതുക. ഒന്നാമത്തെ ചോദ്യം ഫിസ് സമാഇ ഹിലാലുൻ. ഉത്തരം ആകാശത്തിൽ ചന്ദ്രനുണ്ട്. രണ്ടാമത്തെ ചോദ്യം അല സരീരി ഫിറാഷുൻ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? കട്ടിലിന്മേൽ വിരിപ്പുണ്ട്. അതുപോലെ അവസാനത്തെ പ്രവർത്തനമാണ് നുഗരിബു, അറബിയിലാക്കുക. അപ്പൊ അവിടെ 3ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഉമ്മ വീട്ടിലാണ്. അപ്പൊ അതിന്റെ അറബി എങ്ങനെയാണ് എഴുതുക? അൽ വാലിദതു ഫിൽ ബൈത്തി. അപ്പൊ അൽ വാലിദതു ഫിൽ ബൈത്തി എന്നുള്ളതിന്റെ അർത്ഥമാണ് ഉമ്മ വീട്ടിലാണ് എന്നുള്ളത്. അപ്പൊ അവിടെ അൽ വാലിദതു ഫിൽ ബൈത്തി എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം നിന്റെ ഉമ്മയുടെ പേര് എന്താണ്? അപ്പൊ നിന്റെ ഉമ്മയുടെ പേര് എന്താണ് എന്നുള്ളതാണ് അറബിയിലാക്കി എഴുതാനുള്ളത്. അത് അറബിയിലാക്കി എഴുതുമ്പോൾ എങ്ങനെ വരും? മസ്മു ഉമ്മിക്ക, നിന്റെ ഉമ്മയുടെ പേര് എന്താണ്? ഇനി മൂന്നാമത്തത് എൻ്റെ പിതാവിന്റെ അടുക്കൽ പുതിയ മൊബൈൽ ഫോൺ ഉണ്ട്. എൻ്റെ പിതാവിന്റെ അടുക്കൽ പുതിയ മൊബൈൽ ഫോൺ ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണ് അറബിയിൽ എഴുതുക? ഇൻദ അബി ജവ്വാലുൻ ജദീദുൻ. ഇൻദ അബി ജവ്വാലുൻ ജദീദുൻ. അപ്പൊ ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.